അയോധ്യാകാന്ഡം 1-ാം സർഗം. രാമാഭിഷേക ചിന്തനം. മാതുലനോടൊത്തു പോകുന്ന ഭരതൻ ശത്രുഘ്നെയും കൂടെ കൊണ്ടുപോയി. സഹോദരനോടൊരുമിച്ച് ഭരതൻ അവിടെ മാതുലനായ അശ്വപതിയാൽ പുത്രനെ പോലെ ലാളിതനും സൽകൃതനുമായി പാർത്തു. ഇഷ്ടങ്ങളെല്ലാം സാധിച്ച് അവിടെ പാർക്കുമ്പോഴും അവരിരുവരും വൃദ്ധനായ അച്ഛനെ ഓർക്കാറുണ്ട്. പരദേശത്ത് പോയിരിക്കുന്ന ആ 2 പുത്രന്മാരെ കുറിച്ച് അച്ഛനും ഓർത്തിരുന്നു. ആ 4 പുത്രരെയും തൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ 4 കൈകൾ പോലെ രാജാവ് സ്നേഹിച്ചു പോന്നു. അവരിൽ രാമൻ ഗുണാധിക്യം കൊണ്ടും പിതാവിന് ഏറ്റവും പ്രീതിപാത്രമായിരുന്നു. ഉദ്ധതനായ രാവണനെ വധിക്കാൻ ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് മാനുഷവേഷേണ വന്നു പിറന്ന വിഷ്ണുവാണല്ലോ രാമൻ. ഇന്ദ്രനാൽ അതിഥി എന്ന അതിതേജസ്വിയായ രാമനാൽ കൗസല്യ ശോഭിച്ചു. രാമനാകട്ടെ സുമുഖൻ, വീര്യവാൻ, അനസൂയു, ഉത്തമപുത്രൻ, സൽഗുണങ്ങളിൽ പിതൃതുല്യൻ, ശാന്തചിത്തനായ അവൻ മൃദുവായേ സംസാരിക്കൂ. ഇങ്ങോട്ട് പരുഷം പറഞ്ഞാലും ഒന്നും എതിർത്തു പറയുകയില്ല. ഒരിക്കലൊരു ഉപകാരം ചെയ്താൽ അതുകൊണ്ട് സന്തോഷിക്കും. ഒരു 100 ഉപദ്രവം ചെയ്താലും സ്വമഹിമ കൊണ്ട് അതൊന്നും സ്മരിക്കാറില്ല. ശീലവൃദ്ധരും ജ്ഞാനവൃദ്ധരും വയോവൃദ്ധരുമായ സജ്ജനങ്ങളുമായി നിത്യവും സംഭാഷണത്തിലേർപ്പെട്ടും അസ്ത്രാഭ്യാസം നടത്തിയും കാലം നയിച്ചു. ബുദ്ധിമാൻ, മധുരവാക്, പൂർവഭാഷി, പ്രിയംവദൻ, വീര്യവാൻ, എന്നാൽ വീര്യം കൊണ്ട് അഹങ്കാരമൊട്ടില്ലതാനും, സത്യവാൻ, വിദ്വാൻ, വൃദ്ധസേവി, പ്രജകൾക്ക് പ്രിയൻ, പ്രജകളിൽ പ്രീതിയാർന്നവൻ, ആർദ്രഹൃദയൻ, ജിതക്രോധൻ, വിപ്രസേവകൻ, ദീനാനുകമ്പി, ധർമ്മജ്ഞൻ, നിയതചിത്തൻ, ശുദ്ധവൃത്തൻ, കുലോചിതമതി, സ്വക്ഷാത്ര ധർമാനുരക്തൻ, ആ ധർമ്മത്താൽ ലഭിക്കുന്ന സ്വർഗഫലത്തെ ബഹുമാനിക്കുന്നവൻ, ശ്രേയസ്കരമല്ലാത്തതിലൊന്നും താല്പര്യമില്ല, നിഷിദ്ധ കഥകളിൽ ശ്രദ്ധയില്ല, ബൃഹസ്പതിയെപ്പോലെ ഉത്തരോത്തരം യുക്തി ഉന്നയിപ്പാൻ സമർത്ഥൻ, സർവവിദ്യാവ്രതനാഥൻ, സാങ്കോപാംഗം വേദം ഗ്രഹിച്ചവൻ, ധനുർവിദ്യയിൽ പിതാവിന് തുല്യൻ, ധർമാർത്ഥദർശികളായ വിപ്രരാൽ സുശിക്ഷിതൻ, സ്ഥിരപ്രജ്ഞൻ, സ്വപരദോഷജ്ഞൻ, ദേവന്മാർക്ക് പോലും അദൃശ്യൻ, ജിതക്രോധൻ, നിർമ്മത്സരൻ, സർവസമ്മതൻ, ബുദ്ധിയിൽ ബൃഹസ്പതിക്കും വീര്യത്തിൽ ഇന്ദ്രനും സമൻ. ഈ വക പ്രജാപ്രീതികരങ്ങളായ ഗുണങ്ങളാൽ രാമൻ കിരണങ്ങളാൽ കതിരോൻ എന്ന പോലെ ശോഭിച്ചു. ലോകനാഥോപമനായ രാമൻ നാഥനാകണമെന്ന് മേദിനി കൊതി പൂണ്ടു. രാമന്റെ ഈ വക ഗുണങ്ങൾ കണ്ട് വൃദ്ധനായ ദശരഥൻ ഈ വിധം ചിന്തിച്ചു: ഞാൻ ജീവിച്ചിരിക്കെ രാമൻ എങ്ങനെ രാജാവാകും? ഈ ഒരാശയാണ് എൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നത്. എൻ പ്രിയപുത്രനെ അഭിഷിക്തനാക്കിയിട്ട് എന്ന് ഞാൻ കാണും. പ്രജകൾക്ക് എന്നേക്കാൾ പ്രിയനാണ് രാമൻ. എന്നേക്കാൾ ഗുണസമ്പന്നനായ രാമൻ സമസ്ത ലോകത്തിനും നാഥനായി വാഴുന്നത് കണ്ട് എനിക്ക് പിന്നേറാക്കുമോ? ലോകോത്തര ഗുണസമ്പന്നനായ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ മന്ത്രിമാരുമായി ആലോചിച്ചു നിശ്ചയിച്ചു. വിണ്ണിലും വാനിലും മഞ്ഞിലും ദുർനിമിത്തങ്ങൾ പലതും കാണായി. താൻ ജരാഗ്രസ്തനായി എന്നതും ഓർത്തു. സോമവത് പ്രിയദർശനായ രാമനിൽ പ്രജകൾക്ക് അതിപ്രീതിയുണ്ട് എന്നത് താതിന് ആശ്വാസകരമായി. തനിക്കും പ്രജകൾക്കും ഹിതത്തിനും പ്രിയത്തിനും കാലമായി എന്നതിനാൽ ദശരഥൻ അതിനായി ബന്ധപ്പെട്ടു. നാനാ നഗരവാസികളെയും മറ്റ് ജാനപദന്മാരെയും നാട്ടിലെ പ്രധാനികളെയും രാജാവ് വിളിച്ചു വരുത്തി. അവരെ യഥാർത്ഥം സൽക്കരിച്ചു. കേകയാധിപതിയെയോ ജനകരാജാവിനെയോ ബദ്ധപ്പാട് മൂലം വരുത്തിയില്ല. അവർ പ്രിയം പിന്നീട് കേട്ടുകൊള്ളും എന്ന് കരുതി. ദശരഥൻ ഉപവിഷ്ടനായപ്പോൾ ലോകസമ്മതരായ മറ്റു രാജാക്കന്മാരും അകത്ത് പ്രവേശിച്ചു. ദശരഥൻ നിർദ്ദേശിച്ച ആസനങ്ങളിൽ രാജാവിന് അഭിമുഖം സവിനയം രാജാക്കന്മാർ ഇരുന്നു. ബഹുമാനിതരും വിനയാന്വിതരുമായ രാജാക്കന്മാരാലും പൗരന്മാരാലും ജാനപദന്മാരാലും ചൂഴപ്പെട്ട ദശരഥൻ ദേവന്മാരാൽ പരിവൃതനായ സഹസ്രാക്ഷനെ പോലെ വിളങ്ങി. അയോധ്യാകാന്ഡം 2-ാം സർഗം. രാമാഭിഷേക അനുവാദം. അനന്തരം സഭ വിളിച്ചുകൂട്ടി അർജൻ ഹിതവും സന്തോഷകരവും ഗംഭീരവുമായിട്ട് ഈ വിധമരുളി: മഹത്തായ എൻ്റെ രാജ്യത്തെ മഹത്തുക്കളായ എൻ്റെ പൂർവികർ പുത്രനെ പോലെ പാലിച്ചു പോന്നത് ഭഗവാന്മാർക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. ഇക്ഷാവുക്കൾ പാലിച്ചു പോന്ന നാടിന് സകല ലോകത്തിനും സുഖമുളവാക്കുമാറി ശ്രേയസ് വളർത്തുവാൻ ഞാൻ വിചാരിക്കുന്നു. പൂർവികന്മാരുടെ പാത പിന്തുടർന്നും ഞാനും ജാഗ്രതയോടെ യഥാശക്തി പ്രജകളെ പാലിച്ചു പോന്നു. ഇപ്പോൾ എൻ്റെ ശരീരം ജരാഗ്രസ്തമായി. അനേകായിരം വർഷം ആയുസ്സോടെ ഇരുന്ന് ജീർണിച്ച ഈ ശരീരത്തിന് വിശ്രമം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജപ്രഭാവയുക്തവും അജിതേന്ദ്രിയന്മാർക്ക് ദുർവഹവുമായ ഈ ധർമ്മധുരം ഞാൻ വഹിച്ചു. ഞാൻ തളർന്നിരിക്കുന്നു.
സന്നിഹിതരായ വിപ്രന്മാരുടെ എല്ലാം സമ്മതത്തോടെ പ്രജാരക്ഷണം പുത്രനെ ഏൽപ്പിച്ച് ഞാൻ വിശ്രമിക്കട്ടെ. സകല ഗുണങ്ങളിലും എനിക്ക് അനുരൂപനാണ് എൻ്റെ ജ്യേഷ്ഠപുത്രൻ. പരപുരഞ്ജയനായ രാമൻ വീര്യത്തിൽ പുരന്തര സമനാണ്. പൂയത്തോട് ചേർന്ന ചന്ദ്രനെ പോലെ വിളങ്ങുന്ന ആ വീരപുരുഷനെ നാളെ കാലത്ത് യുവരാജാവായി വാഴിക്കാൻ വിചാരിക്കുന്നു. ഐശ്വര്യയുക്തനായ രാമൻ നിങ്ങൾക്ക് ഏവർക്കും അനുരൂപനായ നാഥനായിരിക്കും. ത്രൈലോക്യം പോലും അവനാൽ സനാഥമായി ഭവിക്കും. ഉടനെ തന്നെ ഈ ഭൂമിയെ ഈ ശ്രേയസ്സോട് ചേർക്കുന്നുണ്ട്. ഭാരമെല്ലാം മകനെ ഏൽപ്പിച്ച് ഞാൻ ക്ലേശമുക്തനാകട്ടെ. ഇതെനിക്ക് അനുരൂപമായ കാര്യമാണെങ്കിൽ, എൻ്റെ ആലോചന ശരിയെങ്കിൽ ഭഗവാന്മാർ ഇത് അനുവദിക്കുവിൻ. അഥവാ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഇഷ്ടം ഇതാണ് എന്നിരുന്നാൽ ഹിതമായി മറ്റെന്തെങ്കിലും ഭഗവാന്മാർക്ക് തോന്നുന്നുവെങ്കിൽ ചിന്തിച്ചാലും. മധ്യസ്ഥന്മാരുടെ ഭിന്നാഭിപ്രായ ചർച്ച കൂടുതൽ നന്മയ്ക്ക് വഴിതെളിക്കുമല്ലോ. പേമാരി ചൊരിയുന്ന മുകിൽമാലയെ കൂവുന്ന കുയിലുകളെന്ന പോലെ ഇപ്രകാരം പറയുന്ന ദശരഥനെ മറ്റു രാജാക്കന്മാരെല്ലാം അഭിനന്ദിച്ചു. ജനങ്ങൾ സന്തോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാർ ആർത്തു വിളിച്ചു. രാജാവിൻ്റെ ഇംഗിതമറിഞ്ഞ് ബ്രാഹ്മണരും സേനാപതികളും പൗരജാനപദന്മാരും ഒത്തൊരുമിച്ച് ആലോചിച്ച് ഐകകണ്ഠേന വൃദ്ധനായ ദശരഥനോട് അറിയിച്ചു. രാജൻ, അങ്ങേക്ക് അനേകായിരം വർഷം പ്രായമായി. രാമനെ ഇളയ രാജാവായി വായിച്ചാലും ആനപ്പുറത്ത് വെൺകൊറ്റക്കൂടെ ഒരുകൂടി രാമൻ എഴുന്നള്ളത് കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട അവരുടെ ഉദ്ദേശം അറിഞ്ഞില്ലെന്ന മട്ടിൽ അതറിയാനായിട്ട് ദശരഥൻ ചോദിച്ചു. എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ രാമനെ രാജാവാക്കാൻ കൊതിക്കുന്നു. രാജാക്കന്മാരെ, എനിക്കിതിലൊരു സംശയം. ഉള്ളത് പറയുവിൻ. ഞാൻ ധർമാനുസൃതം ഭൂമി പാലിക്ക് ഭഗവാന്മാർ രാമനെ യുവരാജാവായി കാണാൻ ആഗ്രഹിക്കാൻ എന്ത് കാരണം? പൗരജാനപദന്മാരോടൊത്ത് അവർ അറിയിച്ചു. അങ്ങയുടെ പുത്രന് നിരവധി സൽഗുണങ്ങളുണ്ട്. ദേവതുല്യനായ രാമന്റെ പ്രിയങ്കരങ്ങളും ആനന്ദദായകങ്ങളുമായ ഗുണങ്ങൾ പറയാം, കേട്ടുകൊള്ളുക. സത്യപരാക്രമനായ രാമൻ ദിവ്യഗുണങ്ങളിൽ ഇന്ദ്രന് സമനാണ്. ഇക്ഷാകുകുലജാതരിൽ സകലർക്കും മേലെയാണ് രാമൻ. സത്പുരുഷനായ രാമങ്കിൽ നിന്നാണ് സാക്ഷാൽ ധർമ്മവും ശ്രീയും രൂപം കൊണ്ടിരിക്കുന്നത്. പ്രജാപ്രിയദായകത്വത്തിൽ ചന്ദ്രനും ക്ഷമയിൽ വസുധയ്ക്കും ബുദ്ധിയിൽ ബൃഹസ്പതിക്കും വീര്യത്തിൽ സജീവതിക്കും തുല്യനാണ് രാമൻ. സത്യവാദിയും വൃദ്ധസേവിയും ജിതേന്ദ്രിയനും പൂർവാഭിഭാഷിയുമാണ് രാമൻ. ലോകാഭിരാമനും ശൗര്യവീരപരാക്രമനും സത്യപരാക്രമനുമായ രാമനെ നാഥനായി ലഭിക്കാൻ മേദിനി കൊതിക്കുന്നു. അങ്ങയുടെ ഭാഗ്യത്താലാണ് ഇപ്രകാരം ഗുണസമ്പന്നനായ ഒരു പുത്രൻ ജനിച്ചത്. സർവ്വജനങ്ങളും രാമന് ശ്രേയസ് നേരുന്നു. സ്ത്രീകളും വൃദ്ധരും സകലരും പ്രാതകാലത്തും സായങ്കാലത്തും രാമനു വേണ്ടി ദേവാർച്ചന ചെയ്യുന്നു. രാജൻ ഇന്ദീവരശ്യാമനും ശത്രുസംഹാരകനും അങ്ങയുടെ ഉത്തമപുത്രനുമായ രാമനെ യുവരാജാവായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവദേവോപമനും ലോകഹിതകാരിയുമായ രാമനെ അങ്ങ് ഞങ്ങളുടെ ഹിതത്തിനായിക്കൊണ്ട് വേഗം സസന്തോഷം അഭിഷേകം ചെയ്യേണ്ടതാകുന്നു. അയോധ്യാകാന്ഡം 3-ാം സർഗം. സംഭാര സംഭരണം. അവരുടെ അഞ്ജലി പത്മങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ദശരഥൻ അവരോട് പ്രിയവും ഹിതവുമായിട്ട് ഈ വിധം പറഞ്ഞു. ഹാ, ഞാൻ പരമപ്രീതൻ. എൻ്റെ പ്രഭാവം നിസ്തുലം. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠപുത്രനെ നിങ്ങൾ യുവരാജാവായി കാണാൻ ആഗ്രഹിക്കുന്നുവല്ലോ. ഇങ്ങനെ ബ്രാഹ്മണരെ ആദരിച്ച് പറഞ്ഞ ശേഷം അവർ കേൾക്കെ വസിഷ്ഠനോടും വാമദേവനോടുമായിട്ട് പറഞ്ഞു. ഈ ചൈത്രമാസം ഐശ്വര്യപൂർണമാണ്. പുണ്യവനങ്ങളെല്ലാം പൂവണിഞ്ഞ കാലം. രാമൻ്റെ രാജ്യത്തിന് വേണ്ടതെല്ലാം സംഭരിച്ചാലും. അത് കേട്ട് ജനങ്ങൾ ആർത്തു വിളിച്ചു. അത് മെല്ലെ അടങ്ങിയപ്പോൾ രാജാവ് വസിഷ്ഠനോട് പറഞ്ഞു. രാമന്റെ അഭിഷേകത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരുക്കേണ്ടത്, അതെല്ലാം അങ്ങ് കൽപ്പിച്ചാലും. അത് കേട്ട് വസിഷ്ഠൻ മന്നന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ജനങ്ങളോടരുളി. സുവർണങ്ങൾ, രത്നങ്ങൾ, പൂജാദ്രവ്യങ്ങൾ, സർവൌഷധികൾ, ശുഭ്രമാലകൾ, മലര്, നെയ്യ്, തേൻ, കോടിത്തുണികൾ, തൈര്, സർവ്വവിധായുധങ്ങൾ, ചതുരംഗസേന, രക്ഷണമൊത്ത ആന, വെഞ്ചാമരം, മാലവട്ടം, കൊടി, വെൺകൊറ്റക്കുട, തീ പോലെ തിളങ്ങുന്ന 100 പൊൻകുടങ്ങൾ, കൊമ്പിൽ പൊൻകെട്ടിയ കാള, മുഴുപീലിത്തോൾ, മറ്റ് വേണ്ടതൊക്കെയും സംഭരിക്കുവിൻ. ഇവയെല്ലാം പുലർകാലത്തിൽ അർജന്റെ അഗ്നിശാലയിൽ എത്തിക്കുവാൻ അന്തപുരത്തിൻ്റെയും നഗരത്തിൻ്റെയും എല്ലാ വാതിലുകളും ചന്ദനമാലകൾ കൊണ്ട് അലങ്കരിക്കുവിൻ. നറുമണം കലർന്ന ധൂപം പുകയ്ക്കുവിൻ. തൈരും പാലും ചേർത്ത വിശിഷ്ട ഭോജ്യങ്ങൾ 100,000 ബ്രാഹ്മണർക്ക് തൃപ്തിയാവോളം നൽകണം. നാളെ കാലത്ത് ദ്വിജോത്തമന്മാർക്ക് നെയ്യ്, തൈർ, മലർ, യഥേഷ്ടം, ദക്ഷിണ എന്നിവ നൽകുവിൻ. നാളെ സൂര്യോദയവേളയിൽ തന്നെ സ്വസ്തിവാചനം നടത്തണം. ബ്രാഹ്മണരെ ക്ഷണിക്കുക, പീഠങ്ങൾ ഒരുക്കുക, കൊടിക്കൂറകൾ തൂക്കുക, വഴികൾ അടിച്ചു തെളിക്കുക,
താളക്കാരും അലങ്കൃതങ്ങളായ ഗണികകളും കൊട്ടാരത്തിന്റെ രണ്ടാം മതിൽക്കകത്ത് നിലയുറപ്പിക്കട്ടെ. ദേവാലയങ്ങളിലും ചൈത്യങ്ങളിലും സദ്യയും ദക്ഷിണയും നൽകി മാലിന്യങ്ങൾ അണിഞ്ഞ അർച്ചകരെ വേറെ വേറെ ഏർപ്പെടുത്തണം. നെടുവാൾ തൂക്കി കയ്യുറയണിഞ്ഞ് പുറച്ചട്ടയിട്ട് ശുദ്ധവേഷം ധരിച്ച പടയാളികൾ രാജകൊട്ടാരമുറ്റത്ത് അണിനിരക്കട്ടെ. ഇപ്രകാരം ചെയ്യേണ്ടത് നിർദ്ദേശിച്ച ശേഷം ആ 2 ബ്രാഹ്മണർ അർജുനെ അറിയിച്ചു. പിന്നെ ബാക്കി വേണ്ടതൊക്കെ ചെയ്തു എന്ന് അവർ രാജാവിനെ സസന്തോഷം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ രാജാവ് സുമന്ത്രനോട് രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് ആജ്ഞാപിച്ചു. അതനുസരിച്ച് സുമന്ത്രൻ രാമനെ രഥത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. പ്രാച്യരും ഉദീച്യരും പ്രത്യേച്യരും ദക്ഷിണാത്യരുമായ രാജാക്കന്മാർ, മ്ലേച്ഛാചാര്യന്മാർ, വനശൈലാന്തവാസികൾ ഏവരും ദേവന്മാർ വാസവന്റെ എന്ന പോലെ ദശരഥന്റെ ചുറ്റും ഉപവിഷ്ടരായി. അവർക്ക് നടുവിൽ പ്രാസാദസ്ഥിതനായ ദശരഥൻ ഔദാര്യാദി ഗുണങ്ങളാൽ മനോനയനഹാരിയായ രാമൻ വരുന്നത് കണ്ടു. രാമനെ എത്ര കണ്ടിട്ടും താതന് തൃപ്തിയായില്ല. തേരിൽ നിന്നിറക്കി രാമനെ സുമിത്രൻ അനുഗമിച്ചു. കൈലാസശൃംഗം പോലെ തിളങ്ങുന്ന പ്രാസാദത്തെ രാമൻ ആരോഹണം ചെയ്തു. തൊഴുകൈയോടെ അച്ഛൻ്റെ അടുത്തെത്തി തൻ്റെ പേര് ചൊല്ലി താതപാദങ്ങൾ വന്ദിച്ചു. കൈകൂപ്പിയ മകന്റെ കൂപ്പുകൈക്ക് മേൽ പിടിച്ച് അടുപ്പിച്ച് അച്ഛന്മാരോട് ചേർത്ത് ആലിംഗനം ചെയ്തു. മണികാഞ്ചനഭൂഷിതവും വിശിഷ്ടവുമായ ഒരു ഇരിപ്പിടം രാജാവ് രാമന് നിർദ്ദേശിച്ചു. ഉദവേളയിൽ മേരുവിൽ രവി എന്ന പോലെ ആ ദിവ്യാസനത്തിൽ രാമൻ പ്രകാശിച്ചു. ചന്ദ്രനാൽ ഗ്രഹനക്ഷത്രാലങ്കൃതമായ ശരദംബരം പോലെ രാമനാൽ ആ സഭയും ശോഭായമാനമായി. സർവാലങ്കൃതനായ തന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ പ്രിയപുത്രനെ കണ്ട് ദശരഥൻ സന്തോഷമാർന്നു. അച്ഛൻ രാമനെ വിളിച്ച് കശ്യപൻ ഇന്ദ്രനോടെന്ന പോലെ ഈ വിധം പറഞ്ഞു: രാമ, എനിക്ക് സദൃശയായ ജ്യേഷ്ഠപത്നിയിൽ പിറന്ന ഗുണജ്യേഷ്ഠനായ പ്രിയപുത്രനല്ലോ നീ. നിന്റെ ഗുണഗണങ്ങളാൽ ഈ പ്രജകളും നിന്നിൽ പ്രീതി കൊള്ളുന്നു. ആകയാൽ നീ പൂയം നാളിൽ യുവരാജാവായി ഭവിക്കുക. സ്വഭാവേന തന്നെ നീ ഗുണസമ്പന്നനാണ്. എന്നാലും സ്നേഹം കൊണ്ട് ഞാൻ ഹിതം ഉപദേശിക്കട്ടെ. വീണ്ടും വിനയം പൂണ്ട് എന്നും ജിതേന്ദ്രനായി വാഴുക. കാമക്രോധാദികളിൽ നിന്നുള്ള ഉളവാകുന്ന വ്യസനങ്ങൾ വെടിയുക. പരോക്ഷവും പ്രത്യക്ഷവുമായ വൃത്തികൾ കൊണ്ട് അമാത്യാദികളെയും പ്രജകളെയും അനുരഞ്ജിപ്പിക്കുക. ആയുധപ്പുര, പത്തായപ്പുര, ഇടുവെപ്പ് എന്നിവ നേടി പ്രജകൾക്ക് പ്രീതിയാമാർ നാടുവാഴുന്ന മന്നവനിൽ അമൃതുകൊണ്ട് അമരന്മാരെന്ന പോലെ മിത്രങ്ങൾ സന്തോഷം കൊള്ളും. ആകയാൽ മകനെ, നീയും ആത്മനിയന്ത്രണത്തോടെ അപ്രകാരം ആചരിക്കുക. അത് കേട്ട് രാമന്റെ സുഹൃത്തുക്കൾ ഓടിച്ചെന്ന് കൗസല്യയെ വിവരമറിയിച്ചു. പ്രിയവാർത്ത അറിയിച്ചവർക്ക് കൗസല്യ സ്വർണങ്ങളും രത്നങ്ങളും പശുക്കളും സമ്മാനം നൽകി. രാമൻ രാജാവിനെ വന്ദിച്ച് തേരിലേറി ജനങ്ങളാൽ ബഹുമാനിതനായി തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. ആ പൗരരും തങ്ങളുടെ ഇഷ്ടം സാധിച്ച സന്തുഷ്ടിയോടെ രാജവാക്യം കേട്ട് യാത്ര പറഞ്ഞ് അവരവരുടെ വീട്ടിലെത്തി. അത്യാഹ്ലാദത്തോടെ ദേവതാരാധനം ചെയ്തു.